കരുണ നിറഞ്ഞവനേ, പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താ നിദ്രയിനായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അവരപരാഗത്തിൻ യുമിസഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും മൃതർ തന്നുയിരും സ്തുതനെന്നു ശരീരാ മക്കൾ പാടണമേ. കരുണയും മനോഗുണവും നിറഞ്ഞിരിക്കുന്നവനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുകയും സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിന്റെ കൃപയോട് യാചിക്കുന്നു. പഴയ ലോകം അതിനാൽ പുതുതാക്കപ്പെടുന്നു എന്ന കിഴക്കു ഭാഗത്തുദിക്കുന്ന സ്ലീബായുടെ വലിയ അടയാളത്തെ ആഘോഷിക്കുന്ന മാലാഖമാരുടെ സൈന്യങ്ങളോടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ കൂട്ടങ്ങളോടും സ്വർഗമേഘങ്ങളിൽ വരുന്ന നിന്റെ ദൈവത്വത്തിന്റെ മഹത്വമുള്ള പ്രഭ പ്രത്യക്ഷപ്പെടുന്ന ഈ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തിന്റെ മനച്ചിലിനോട് കർത്താവേ നിനക്ക് കരുണ തോന്നണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർക്കും. ന്യായവും നീതിയും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ശ്രേഷ്ഠതയുടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടും. ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു. ആ ശബ്ദം ഭൂമിയെ കുലുക്കുന്നു, പർവ്വതങ്ങളെ ഇറക്കിമറിക്കുന്നു. അത് കരഭൂമിയെ നശിപ്പിക്കുന്നു, സമുദ്രത്തെ ഉണക്കുന്നു, ആകാശവിരിവിനെ ചുരുട്ടുന്നു, സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു, ചന്ദ്രനെ മായിക്കുന്നു, നക്ഷത്രങ്ങളെ വീഴിക്കുന്നു. തന്റെ ആശ്രിതന്മാരുടെയും വിശുദ്ധ കൂട്ടങ്ങളുടെയും വായ്കളാൽ കൊമ്പിന്റെയും കാഹളത്തിന്റെയും വിളിയുടെ ഭയങ്കര ശബ്ദം കിഴക്ക് നിന്നട്ടഹസിക്കുന്നു. എരുതീൻ കൂട്ടങ്ങളുടെ വായ്കളിൽ നിന്ന് മുഴക്കത്തിന്റെ ശബ്ദത്താൽ പാറകൾ പിളരുന്നു. മറഞ്ഞുകിടക്കുന്ന മരിച്ചവരെ കബറുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വിളങ്ങുന്ന പാതാളത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നു. ജീവനോടിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആദാമിന്റെ വംശം ഒരുമിച്ച് പുറപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാൻ തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്ന ദൈവപുത്രനെ സ്വീകരിക്കുവാൻ പോകുന്നു. മുഖസ്തുതിയില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കര ന്യായവിധിക്കായി സകല മനുഷ്യരും ഒന്നിച്ചുകൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായി ഈറന്മാരും എരുതിയുടെ കൂട്ടങ്ങളും ലോകം മുഴുവനിലും പറന്നു നടക്കുന്നു. ആദാമും ഹവ്വയും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു.
ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ള ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടെ പ്രവേശിക്കുന്നു. ശേത്തിന്റെ മക്കളുടെ തലമുറ വരുന്നു. അവനോടുകൂടെ ശപിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമായ കായേന്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു. നീതിമാനും സത്യവാനും ജനങ്ങളെ പെട്ടകത്തിലിരുത്തിയവനുമായ നോഹ വരുന്നു. ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ ഫറവോൻ അബീമേലെക്കിനോടും കൂടെ അടുത്തു വരുന്നു. നീതിമാനായ യോബും അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോടെ വരുന്നു. അവരോടുകൂടെ സകല വഞ്ചനയുടെയും തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു. പിച്ചാത്തിയുടെ മുമ്പാകെ മുഖം മറയ്ക്കാതെ കെട്ടപ്പെട്ടിരുന്നവനും അവന്റെ പിതാവ് അവന് ബലി കഴിച്ച് കുഞ്ഞാടിനാൽ രക്ഷ നൽകിയവനുമായി ഇസ്ഹാക്ക് വരുന്നു. നീതിമാനായ യാക്കോബും അവന്റെ കൂടെ അവനെ പീഡിപ്പിച്ചിരുന്ന അവന്റെ സഹോദരൻ ഏശാവും വരുന്നു. പരിപാകതയും വിനയവുമുള്ളവനുമായ ഔസേഫും അവന്റെ കൂടെ അവനെ വിറ്റുകളഞ്ഞ സഹോദരന്മാരും അവന്റെ സൗന്ദര്യത്തെ ആക്രമിക്കുവാൻ, ആ വിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിച്ച മിസ്രയൻകാരിയും വരുന്നു. പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതന്മാരുമായ മോശയും അഹ്റോനും അവരോടുകൂടെ അഹങ്കാരിയായ ഫറവോനും വരുന്നു. സൂര്യനെയും ചന്ദ്രനെയും ആകാശവിരിവിൽ തടഞ്ഞു നിർത്തിയ യോശുവയും അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു. ദീർഘദർശിയായ ശമൂവേലും അവനോടുകൂടെ ഏലിയുടെ മക്കളും വരുന്നു. ദാവീദും അബ്ശാലോമും അവന്റെ പുത്രനായ മത്സരക്കാരനായ ശൗലും വരുന്നു. ആചാര്യന്മാരായ ഫിനഹാസും എലയാസറും പ്രവാചകനായ ഏലിയായും അവരോടുകൂടെ നീതികെട്ട രാജാവായ ആഹാബും നിന്ദിക്കപ്പെട്ടവളായ ഇസബേലും വരുന്നു. എലീശ പ്രവാചകനും അവനോടുകൂടെ കൊതിയനും ദ്രവ്യാഗ്രഹിയുമായ ഗേഹസി വരുന്നു. ഇരമ്യ പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട സെദക്കിയ രാജാവും വരുന്നു. ഹസ്കിയേൽ പ്രവാചകൻ അവന്റെ വെളിപാടുകളോടും അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടും കൂടെ വരുന്നു. സുന്ദര പുരുഷനായ ദാനിയേലും അവന്റെ കൂടെ കുരള പറഞ്ഞ ബാബേൽക്കാരും വരുന്നു. യെശയ്യ പ്രവാചകനും അവന്റെ കൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു. ഹാനിനിയ മുതലായ പൈതങ്ങളും അവരോടുകൂടെ വിഗ്രഹാരാധനക്കാരും വരുന്നു. മർത്തശ്മൂനി അമ്മയും മക്കളും അവരുടെ ഗുരുവായ എലയാസറും അവരോടുകൂടെ അന്ത്യോക്കസ് മുതലായവരുടെ സകല വഞ്ചനയും വരുന്നു. പതിവ്രതയായ ശൂശാനും അവളോടുകൂടെ നീതികെട്ട ആചാര്യന്മാരായ ആഹാബും സദക്കിയായും വരുന്നു. യോഹാനോൻ മാബ്ദോനോയും അവനോടുകൂടെ കാമാതുരയായ ഹെരോദ്യയും വരുന്നു. പത്രോസും പൗലോസും അവരോടുകൂടെ നീറോ ചക്രവർത്തിയും ക്ഷുദ്രക്കാരനായ ശീമോനും വരുന്നു. പരിശുദ്ധ സ്ലിഹന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു. പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു. കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും ആക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു. മുഖപക്ഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കര ന്യായവിധിക്കായി ആദാമിന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുന്നു. നിന്റെ ശ്രേഷ്ഠത രഥത്തിന്റെ മേൽ പുറപ്പെടുന്ന പരിഭ്രമത്തിന്റെ ആ നേരത്ത്, ഭയത്തിന്റെ ആ ദിവസത്തിൽ, ആ വിറയലിന്റെ നാഴികയിൽ വണ്ടിച്ചക്രങ്ങളുടെ ഇടയിൽ നിന്ന് പരിഭ്രമകരമായ ശബ്ദം കേൾക്കപ്പെടുന്നു. സ്വർഗീയർ ഓടുന്നു, അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു, അഗ്നിമയന്മാർ ഇളകുന്നു, എരുതി ധരിച്ചവർ ഭ്രമിക്കുന്നു. നിന്റെ നീതിയെ കോപിപ്പിച്ചിട്ടുള്ള എല്ലാവരും അവരുടെ ജ്വാലകൾ കൊണ്ട് ദഹിപ്പിക്കുന്നു. അഗ്നിസമുദ്രം തുറക്കപ്പെടുന്നു, എരുതിയുടെ ഉറവുകളെല്ലാം മത്സരക്കാരെയും വഴിതെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു.
വലതുഭാഗം തുറക്കപ്പെടുന്നു. മഹത്വത്തിന്റെ സമുദ്രം ഉദിക്കുന്നു. പ്രകാശത്തിന്റെ കതിരുമിന്നുന്നു. രാജ്യത്തിന്റെ ഭാഗ്യം വെളിപ്പെടുന്നു. നീതിമാന്മാരുടെ മണവറയും ശുദ്ധിമാന്മാരുടെ അറകളും കന്യാവ്രതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യതര മേശയും കാണപ്പെടുന്നു. കൃപ വലതുഭാഗത്തുള്ളവരിൽ സന്തോഷിക്കുന്നു. ഇടതുഭാഗത്തുള്ളവരെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു. ദുഷ്ടന്മാർ തലകുനിച്ചു നിൽക്കുന്നു. കുരിശിൽ തറപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു. വിശ്വാസികളിൽ നിന്ന് സ്തോത്ര ശബ്ദമുയരുന്നു. കന്യാവ്രതക്കാർ ആനന്ദിക്കുന്നു. ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു. നീതിമാന്മാർ ഉല്ലസിക്കുന്നു. പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു. മണവറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മേശയൊരുക്കിയിരിക്കുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യജീവിതത്തിൽ സന്തോഷിച്ചുല്ലസിക്കുന്നു. ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ ദീപികളോടുകൂടെ സന്തോഷിക്കുന്നു. സ്ലീഹന്മാർ ന്യായം വിധിക്കുന്നു. ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു. പാറകൾ പിളർക്കപ്പെടുന്നു. കബറുകൾ തുറക്കപ്പെടുന്നു. ജീവനുള്ളവർ പറക്കുന്നു. മരിച്ചവർ വീഴുന്നു. നല്ലവർ ഉയരത്തിലേക്ക് പോകുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിലേക്ക് വീഴുന്നു. കാണപ്പെടുന്നവ കടന്നു പോകുന്നു. കാണപ്പെടാത്തവ നിലനിൽക്കുന്നു. ഇവിടെയുള്ളവ അഴിഞ്ഞു പോകുന്നു. അവിടെയുള്ളവ അവസാനമില്ലാതെ നിൽക്കുന്നു. ആഗ്രഹങ്ങൾക്ക് തികവ് വരുന്നില്ല. അതിവേദനകൾ അവസാനിക്കുന്നില്ല. ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു. ജീവൻ വാഴുന്നു. പ്രകാശം അന്ധകാരപ്പെടുന്നില്ല. മഹത്വം അഴിയുന്നില്ല. നീതി എന്നേക്കുമായിരിക്കുന്നു. ജീവൻ തലമുറകളോളം ഇരിക്കുന്നു. എന്റെ കർത്താവേ, നിന്റെ ആംഗ്യം ഇത് കൽപ്പിക്കുകയും നിന്റെ ഇഷ്ടം ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളിൽ സ്വന്തം പാപത്താൽ വഷളായി പോയ ഈ നിന്റെ മക്കളെ എന്റെ കർത്താവേ നീ ഓർത്ത് ദയ ചെയ്യണമേ. എന്റെ കർത്താവേ, ഞങ്ങളോടും നിന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ള നിന്റെ വാത്സല്യവാന്മാരോടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല, പോകുവീൻ എന്ന് നീ പറയരുതേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ന്യായവിധിയിലേക്ക് പ്രവേശിക്കയില്ല, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് നിന്റെ പരിശുദ്ധ തിരുവായരുളി ചെയ്ത വചനം ഞങ്ങളുടെ അടുക്കലും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ അടുക്കലും നിവർത്തിക്കണമേ. അവിടെ ആ നാളിൽ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരും നിന്റെ പ്രത്യക്ഷതയിൽ നിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ഹോശോ വബ്കുലസ്ബാനിലുൽമീ